എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ കർക്കിടക മാസം 1-ാം തീയതി തുടങ്ങുവാണ്. ആ 1-ാം തീയതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. നമ്മളെ സാധാരണ ഹിന്ദുക്കൾ ചിങ്ങമാസം 1-ാണ് ആണ്ടുപിറവി 1-ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. മറ്റുള്ളവർ ജനുവരി 1-ാണ് ആണ്ടുപിറവിയായിട്ട് കണക്ക് കൂട്ടുന്നത്. നമ്മൾ ഈ ചിങ്ങമാസം വരുമ്പോഴത്തേനും നമ്മൾ പഴയ സാധനങ്ങളെല്ലാം മാറ്റി കഴുകി തുടച്ച് പിറക്കി എല്ലാം വൃത്തിയാക്കും. പക്ഷെ അത് തെറ്റാണ്. നമ്മളിത് ചെയ്യേണ്ടതുണ്ടല്ലോ കർക്കിടക മാസം 1-ാം തീയതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട്. നമ്മൾ മിറ്റമടിച്ച കുറ്റി ചൂലെടുത്ത് മാറ്റണം. അതുപോലെ പെര അടിച്ചു വാരുന്ന ചൂല് തീർന്നതാണെങ്കിൽ എടുത്തു മാറ്റണം. അല്ലെങ്കിൽ തീർന്നതല്ല എങ്കിൽ കഴുകി ഉണങ്ങി എടുത്തു വേണം ഉപയോഗിക്കാൻ. അതുപോലെ പഴന്തുണികൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റിക്കളയണം. മാറ്റിക്കളയാന്ന് പറഞ്ഞാൽ നല്ല പഴന്തുണിയാണെങ്കിൽ കഴുകി മടക്കി അടുക്കി പഴന്തുണിയുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അതല്ല എങ്കിൽ നമ്മൾ കത്തിച്ച് കളയുവോ മറ്റു രീതിയിൽ എങ്ങനെയാലും നമുക്ക് കളയുക. അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയും കലവും പാത്രങ്ങളെല്ലാം നമ്മളൊന്ന് തേച്ച് കഴുകി ഉണങ്ങി വെക്കുക. വീടും വരെ എല്ലാം തൂത്ത് തുടച്ച് നമ്മൾ അമ്പലത്തിൽ ചെന്ന് ഇച്ചിരി പുണ്യാകം മേടിച്ചുകൊണ്ട് ഒന്നൊന്ന് തളിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും നല്ലപോലെ വൃത്തിയാക്കി പിറക്കിയിടുക. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യണം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ചിങ്ങമാസം 1-ാം തീയതി അല്ല, നമ്മുടെ കർക്കിടകത്തിലെ കർത്തവാവിനാണ് നമ്മുടെ മരിച്ചുപോയ പിതൃക്കളെല്ലാം നമ്മുടെ വീടുകളിൽ കൂടെ വരുന്നെന്നൊരു വിശ്വാസം നമുക്കുണ്ട്. നമ്മളെല്ലാവരും പറയല്ലേ, അയ്യോ കർക്കിടകത്തിൽ എല്ലാവരും വൈകിട്ട് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ നമ്മൾ പിതൃക്കൾക്ക് വെക്കും. അതുപോലെ അമ്പലത്തിൽ പോയി നമ്മൾ കർത്തവാവിന് ബലിയിടും. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ കർക്കിടക മാസത്തിലാണ്, അല്ലാതെ ചിങ്ങത്തിലല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് കർക്കിടകത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. നമ്മുടെ മരിച്ചു പോയവരെ നമ്മൾ വരവേക്കുന്നതാണ് കർക്കിടകം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ കർക്കിടകത്തിൽ നമ്മൾ ശുദ്ധവൃത്തിയോടുകൂടി ഇരിക്കുക. പരമാവധി നമ്മൾ പറ്റുന്നവർ നോയമ്പിലിരിക്കുക. ഇറച്ചി മീൻ മുട്ട ഒന്നും കഴിക്കാതെ ശരീരം നോയമ്പ് നോക്കാൻ പറ്റുന്നവരങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കുടുംബത്തെ ഐശ്വര്യം താനെ വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനായിട്ടുള്ളത് എന്നാണെന്നറിയാമോ? നമ്മുടെ അരിപ്പാത്രം അരിയിട്ട് വെക്കുന്നത് എന്ത് പാത്രമായിക്കോട്ടെ അതൊരിക്കലും നമ്മളെ കഴിഞ്ഞും പൊക്കത്തിൽ ആ പാത്രം ഇരിക്കാൻ പാടില്ല. എപ്പോഴും അരിയുടെ പാത്രം ഇട്ട് വെക്കുന്ന പാത്രം നമ്മുടെ അടുപ്പിൻ്റെ അടിയിൽ, നമ്മൾ ഈ ഗ്യാസൊക്കെ അടുപ്പിൻ്റെ അടിയിലല്ലേ വെക്കുന്നത്, എന്ന് വെച്ചിട്ട് അതിൻ്റെ ഓവൊക്കെ ഇങ്ങനെ ഹോളിട്ടല്ലേ വെക്കുന്നത്. അപ്പോൾ അടുപ്പിൻ്റെ അടി വയ്ക്കുക, സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കുക. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ എവിടെയെങ്കിലും താഴെ വയ്ക്കുക. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ അരി എടുക്കുമ്പോൾ അരി എന്ന് പറഞ്ഞാൽ ഐശ്വര്യദേവിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല നമ്മുടെ വീട്ടിൽ അരി ആറ്റിടാൻ പറ്റത്തില്ല, നമ്മുടെ ഐശ്വര്യം എല്ലാം പോയി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം നമ്മൾ അരി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നടുവിങ്ങനെ കുനിഞ്ഞു വേണം എടുക്കാൻ. എന്ന് വെച്ചാൽ കുനിഞ്ഞ് നമ്മൾ നമസ്കരിച്ച് വേണം അരി എടുക്കാനെന്നാണ് പഴമക്കാർ എല്ലാവരും പറയുന്നത്. അപ്പോൾ അരി എപ്പോഴും താഴ്ന്ന സ്ഥലത്ത് വേണം ഇരിക്കാണ്ട് നമ്മൾ കുനിഞ്ഞ് വേണം അരി എടുത്ത് നമ്മുടെ പാത്രത്തിടാൻ. അപ്പം നമ്മൾ ഭക്തിയോടുകൂടി കുനിഞ്ഞെടുക്കുന്നതാണ് അരി. അതുപോലെ തന്നെ പറയാം, ചില വീടുകളിൽ ചെന്നപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ ഇറച്ചി മീനെല്ലാം ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ ഈ അടുപ്പയിലുമാണ് ഇതെല്ലാം പാചകം ചെയ്യുന്നത്. അത് മറ്റൊരു വശം. പക്ഷേ ഉണ്ടല്ലോ ഈ ഇറച്ചി മീനും ഒക്കെ ഉണ്ടല്ലോ ഈ പച്ചയോടുകൂടി ഉണക്കിറച്ചി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉണക്കമീനായിക്കോട്ടെ പച്ചമീനായിക്കോട്ടെ എന്താണ് ഈ അരി ഇരിക്കുന്ന പാത്രത്തിനോടനുബന്ധിച്ച് നമ്മൾ ഒരിക്കലും ഈ സാധനങ്ങൾ വെക്കരുത് കേട്ടോ. അത് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കി തരും. അപ്പോൾ അത് അടുക്കളയുടെ വേറെ ഏതെങ്കിലും ഒരു വശത്ത് വെച്ചോണം. വൈകിട്ട് കിടക്കുമ്പോൾ മസ്റ്റായിട്ടും അടുക്കള തൂത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കിടക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അരി എടുക്കുന്ന നാഴിയുണ്ടല്ലോ, ആ നാഴി നമ്മൾ അരി നമ്മുടെ പാത്രത്തിലോട്ട് അളന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ നാഴി കാലിയായിട്ട് തന്നെ ആ അരിപ്പാത്രത്തോട്ട് ഇടരുത്. അതിൻ്റെ അകത്ത് ഒരു 5-6 അരിമണി ഇട്ട് വേണം ആ ഗ്ലാസ് ഇങ്ങനെ നൂർത്തങ്ങ് വെച്ചേക്കണം. എന്നുവെച്ചിട്ട് വേണം അരിപ്പാത്രം മൂടി വെക്കാനായിട്ട്. അരിപ്പാത്രം എപ്പോഴും നമ്മൾ മൂടി വേണം വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയണം, കർക്കിടകത്തിൽ നമ്മൾ ഉപയോഗശൂന്യമായ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കളയണം. നമ്മൾ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. ഇനിയിപ്പം രാവിലെ സാഹചര്യം ഇല്ലാത്തവർ, വിളക്ക് കത്തിക്കാൻ പറ്റാത്തവർ, നമ്മൾ ഏൽക്കുമ്പോൾ അവിടെ ഇരുന്നെങ്കിലും കയ്യും വായും മുഖം കഴുകിയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം എഴുന്നേറ്റ് പോകാൻ. വൈകിട്ട് ഉറപ്പായിട്ടും നമ്മൾ സന്ധ്യവിളക്ക് കത്തിച്ച് നമ്മൾ സന്ധ്യനാമം ചൊല്ലിയിരിക്കണം. അല്ലാത്തവരാണെങ്കിൽ അല്ലാത്ത നിങ്ങളുടേതായ പ്രാർത്ഥനകൾ നിങ്ങൾ ചെല്ലുക. രാവിലെയും വൈകിട്ടും കുളിക്കാൻ പറ്റുന്നവർ കുളിക്കുക. അമ്പലത്തിൽ പോകാനോ അല്ലെ പള്ളിയിൽ പോകാനോ സാഹചര്യമുള്ളവർ നിങ്ങൾ പോയി തന്നെ ഇരിക്കണം. ബലിയും കാര്യങ്ങളും ഇടുന്നവർ, അതായത് നിങ്ങളുടേതായ സാഹചര്യവും ഇഷ്ടവും അനുസരിച്ച് വിശ്വാസമുള്ളവർ ചെയ്തോളുക. അല്ലാതെ നമ്മൾ ആരെയും നിർബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത്.
പിന്നെ ഞാൻ നിങ്ങളോട് പറയാനായിട്ടിരിക്കുന്നത്, നമ്മൾ ഒരിക്കലും പഴയ സാധനങ്ങൾ, അതായത് കർക്കിടക മാസം 1-ാം തീയതി വരുമ്പോൾ തലേ ദിവസത്തെ വെന്തു വേയിച്ച പഴയ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വെക്കരുത്. അതെല്ലാം ക്ലീൻ ചെയ്ത് വേണം നമ്മൾ വീട്ടിൽ ഈ പാത്രങ്ങളെല്ലാം വയ്ക്കാനായിട്ട്. അല്ലാതെ ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കുത്തി കയറ്റി പഴയത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഇത് പഴയ തന്നെയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വരവേക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരവേക്കുന്നത്? നമ്മൾ അതേ രീതിയിലായിരിക്കണം നമ്മൾ വല്ല പഴയതും പളിച്ചതും പുളിച്ചതും ഒന്നും കൊടുത്തിട്ടല്ലല്ലോ. അപ്പം നമ്മുടെ ഈ കർക്കിടക 1-ാം തീയതി നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ വരവേക്കണം. അപ്പം നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും കേട്ടോ. അപ്പം ഈ കർക്കിടക മാസം 1-ാം തീയതി വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് 2 പച്ചക്കർപ്പൂരം കത്തിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളോട് ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാനായിട്ട് ഇരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രാവിലെ ആദ്യമേ വന്ന് അടുപ്പിൽ തീ കത്തിക്കൂലോ. വിറകടുപ്പായിക്കോട്ടെ ഗ്യാസ് അടുപ്പായിക്കോട്ടെ നമ്മൾ കത്തിക്കുമല്ലോ. അപ്പം കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ തുടച്ചിട്ടേക്കുന്നതാണ്. എങ്കിൽ പോലും ഒരു തുണി നനച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടുപ്പൊന്ന് തുടച്ചേച്ചും കഴിഞ്ഞിട്ട് ഒന്ന് തൊഴുത് ഒന്ന് പ്രാർത്ഥിക്കുക. മനസ്സിൽ ചുമ്മാ ഒന്നിങ്ങനെ ഒന്ന് തൊഴുതൊന്ന് ഭഗവാനെ ഒന്ന് ഓർത്താൽ മതി. എന്നുവെച്ചിട്ട് ആദ്യമേ പാലോ കട്ടൻ വെള്ളമോ അരിയോ ഒന്നും അല്ല അടുപ്പേ കയറേണ്ടത്. നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം തന്നെ വേണം ആദ്യമേ ഒന്ന് അടുപ്പേ വെക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തു വേണമെങ്കിലും ഉണ്ടാക്കിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും ഉച്ചക്കത്തേനുള്ള അരി അടുപ്പയിലിടുന്നത് രാവിലെ എന്ന് വെച്ചാൽ സ്കൂളിൽ കുട്ടികൾ പോകുന്നവരും അല്ലെങ്കിൽ ജോലിക്കാരാണെങ്കിലും ഒക്കെ തലേ ദിവസമേ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറുണ്ട്. അവരാണെങ്കിൽ പോലും രാവിലെ ഉണ്ടല്ലോ ഈ അരി അടുപ്പയിൽ ഈ ചോറെടുത്തൊന്ന് തിളപ്പിച്ചിട്ട് വേണം ഊറ്റിയിടാനായിട്ട്. അല്ലാത്തവരും ഉറപ്പായിട്ടും രാവിലെ ഉണ്ടല്ലോ ഒരു 9 മണിക്ക് അല്ലെ 9:30-ക്ക് മുമ്പായിട്ട്, 9-നും 9:30-ക്കും ഇടയ്ക്കായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ അരി അടുപ്പയിലിട്ട് തിളപ്പിക്കണം കേട്ടോ. അരി തിളച്ചിരിക്കണം. അതിൻ്റെ ഒരു ഐശ്വര്യം വേറെയാകട്ടോ. അപ്പം നിങ്ങൾ ഓർക്ക് ഇതിനൊന്നും സമയമില്ലാത്തവർ എന്ത് ചെയ്യുന്നു? ഞാൻ സമയമുള്ളവരോടും വിശ്വാസമുള്ളവരോടും ആകട്ടോ പറയുന്നത്. പിന്നെ കുറച്ച് പേര് വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരുമുണ്ട്, പോസിറ്റീവ് പറയുന്നവരുമുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോഴാണ് എനിക്കത് തിരുത്താൻ പറ്റുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ചേച്ചി എന്ന് വിളിച്ചവരുണ്ട്, നിങ്ങളെന്ന് പറഞ്ഞവരുണ്ട്, ദേഷ്യപ്പെട്ട് സംസാരിച്ചവരുണ്ട്. അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ രീതിയല്ലേ. നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞു അല്ലെ നിങ്ങളുടെ വീട്ടുകാരുടെ സന്തോഷം അനുസരിച്ച് നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്യലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുവാ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും ഇതിടുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടുന്നതിന്? അതായത് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ഈ പറയുന്ന ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമുള്ളവർ ഒരുപാട് പേര് വന്നിട്ട്, ചേച്ചി നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു തരുമ്പോഴല്ലേ അതിനൊരു ഗുണമുണ്ടാകുന്ന. അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു തരാത്തവരെ എന്താ ഞങ്ങൾ വിളിക്കേണ്ടത്? ഇന്നലെ ഞാനിട്ട് ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ആരെങ്കിലും പോയി കമൻറ്റ് ബോക്സിൽ നിന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴും ഞാൻ പരിപൂർണമായിട്ടും ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് നിർത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ട ചെറിയ ഇങ്ങനെയുള്ള ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരുമെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് നിർത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാനിങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ഷമിച്ചേക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആരുടെയും ജാതകം നോക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഹോമം നടത്തുന്ന കാര്യമോ അല്ലെ കൂടോത്രത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. എനിക്കറിയാവുന്ന, നിങ്ങൾക്ക് ദോഷമില്ലാത്ത, നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കില്ലാത്ത ചെറിയ ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അല്ലെ ഞാൻ ഈ സംസാരിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.